ഇത്ര സ്മൈൽ വേണ്ട, എനിക്ക് ആറ്റിറ്റ്യൂഡ് കിട്ടിയാൽ മതി. ഫോട്ടോ എടുക്കുമ്പോ ചിരിക്കാൻ പാടില്ല കേട്ടോ. എനിക്ക് രണ്ടുപേരും കുതിരപ്പുറത്തിരിക്കുന്ന ഒറ്റ സ്റ്റിൽ കിട്ടിയാൽ മതി. അതുപോരാ എടോ കുതിരക്കാരാ, അവരതിന്റെ പുറത്ത് കയറ്റി ഒന്ന് വാക്ക് കേൾപ്പിക്കണം. കല്യാണ സീഡിയിലെ മേഘങ്ങൾക്കിടയിലൂടെ 1000 കുതിരകൾ ചിറക് വിരിച്ചു പറന്നു വരുന്നത് പോലെ ആക്കും ഞാനത്. അവിടെ നിന്ന് തള്ളാതെ ഇവിടെ വന്ന് ഇതിനെ ഒന്ന് തള്ളാൻ സഹായിക്കുന്നേ. ഈ കേറാങ്ങാതി പേടിയുണ്ടോ? പേടിയൊന്നുമില്ല. താൻ എന്റെ മാനം രക്ഷിച്ചു. പാട്ട് ബോറായിരുന്നെങ്കിലും ആളുകൾ കേട്ടിരുന്നു. വരുന്നു. ദേ പറഞ്ഞതിന് കൂടുതലുണ്ട് കേട്ടോ. പോയി പ്രവീൺ ചേട്ടാ, പോയി നമ്മുടെ ബാബു കൊച്ചാപ്പൻ. എന്താ ബാ ശക്തി മൾട്ടി ജിംനേഷ്യം. ശക്തി മൾട്ടി ജിംനേഷ്യം മിസ്റ്റർ ഇന്ത്യ ഷിബു ആരംഭിക്കുന്ന വിശ്വസ്ത സ്ഥാപനം. MLA കലേഷ് ഉദ്ഘാടനം ചെയ്യുന്നു. ശക്തി മൾട്ടി ജിംനേഷ്യം. അടുത്തൊരു സുഹൃത്ത് പറയുന്നതായിട്ട് മാത്രം കണ്ടാ മതി. അതെ, ഈ വണ്ടി ഓടിക്കുന്ന പണിയല്ലേ, എപ്പോഴാ എന്താ സംഭവിക്കുന്നതെന്ന് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് പോളിസി എടുക്കുന്ന തന്നെയാ നല്ലത്. 50,000 രൂപ വെച്ച് 3 പ്രാവശ്യം അടക്കണല്ലേ? അതെ. ഇവിടെ ഫംഗ്ഷൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇലക്ഷൻ എടുത്ത സമയമല്ലേ, അങ്ങനെ ആരും വെറുപ്പിക്കൂല. ഓക്കെ ഓക്കെ. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മിസ്റ്റർ ഇന്ത്യ കോമ്പറ്റീഷനിലെ റണ്ണറപ്പായ ശ്രീമാൻ ഷിബു, അദ്ദേഹമാണ് ഇവിടെ ഇങ്ങനെ ഒരു ജിംനേഷ്യം ആരംഭിക്കുന്നത്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ നമ്മുടെ നാടിന്റെ അഭിമാനവും ഞങ്ങൾ ചെന്ന് വിളിച്ചപ്പോൾ തന്നെ വേറെ ഒരു പണിയുമില്ല, വരാം എന്ന് തുറന്ന് സമ്മതിച്ച പ്രിയങ്കരനായ MLA ശ്രീമാൻ കലേഷിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. ഇനി ഞാൻ സ്വാഗതം ചെയ്യുന്നത് ഏതു പാതിരാത്രി ചെന്ന് എന്താവശ്യം പറഞ്ഞാൽ ഒരു മടിയും കൂടാതെ സാധിച്ചു തരുന്ന ഒരു വനിത. ഏത് വർഷം മിസ്റ്റർ ഇന്ത്യ ആയത്? 2002. അന്നോട്ട് ഇങ്ങനെ തന്നെ? അതെ. ഒരു മുണ്ടുടുക്കുന്നതിനെ പറ്റി ഇല്ല. 9ാം വാർഡ് മെമ്പർ, ഈ നാടിന്റെ പൊതു സ്വത്ത് മായാ ബേബിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി ആലുവ ജിൻഡോയെ ഞാൻ ക്ഷണിച്ചോളൂ. ആലുവയുടെ അർണോൾഡ് എന്നറിയപ്പെടുന്ന ജിൻഡോ പുഞ്ചിരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച നാടോടി നൃത്ത മത്സരത്തിൽ A ഗ്രേഡ് വാങ്ങിച്ച ഒരു കലാകാരൻ കൂടിയാണ്. രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി നമ്മുടെ പ്രിയങ്കരനായ MLA ക്ഷണിച്ചുകൊള്ളു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും എനിക്ക് നൽകി വരുന്ന സ്നേഹത്തിന് ആദ്യം തന്നെ ഒരു വലിയ നന്ദി അറിയിക്കുക. മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പാദ്യങ്ങൾ ഒന്നാണ് ശക്തി, അല്ലെങ്കിൽ ആരോഗ്യം. സമയങ്ങളെയാണല്ലോ. എന്താ അവന്റെ ഒരു ബോഡി? എന്ത് ബോഡി? എടാ, അവനും ഞാനും തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അവൻ ഷഡ്ഡി ഇട്ടിട്ടുണ്ട്, മുണ്ടെടുത്തിട്ടില്ല. ഞാൻ മുണ്ടെടുത്തിട്ടുണ്ട്, ഷഡ്ഡി ഇട്ടിട്ടില്ല. വരുന്ന തെരഞ്ഞെടുപ്പിൽ ശക്തിയുടെ പര്യായമായ ആന അടയാളത്തിൽ നിങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുക. നിങ്ങളുടെ അനുവാദത്തോടെ ഞാനിത് ഉദ്ഘാടനം. അത് മോണില്ല, ഇവിടെ കിഴക്കെവിടെ? അല്ല, എന്തിനാ കിഴക്ക് യൂസ്? അത് ഈ വിളക്കിന്റെ തിരി കത്തിക്കാൻ. അയ്യോ, തിരി കത്തിച്ചിട്ടല്ല ഉദ്ഘാടനം. പിന്നെ സാധനം കണ്ടോ? അതിങ്ങനെ മാറോട് വലിച്ചു പിടിച്ച് ഉദ്ഘാടനം ചെയ്യണം. സിമ്പിൾ ആയിട്ട് മാറോട് അടുപ്പിച്ചാൽ മതി. അങ്ങനെ അങ്ങനെ
MLA സാറിന് ഞങ്ങളുടെ വക ഒരു ചെറിയ സ്നേഹോപഹാരം. ആയിക്കോട്ടെ. വാങ്ങിച്ചോളൂ. വാങ്ങിച്ചോളൂ. നിങ്ങളിത് വാങ്ങിക്കണമെന്ന് എനിക്ക് ഒരു നിർബന്ധവും ഇല്ല. വാങ്ങിക്കുകയാണെ ഞാൻ പറയുന്ന പൈസ തരണം. ചേച്ചി ഒരു ബിസിനസ് ആവുമ്പോ ബിസിനസ് ഒന്നും എന്നെ പഠിപ്പിക്കണ്ട. ഒരു 1.5 ഈ കച്ചവടം നടക്കത്തില്ല. പലരും വന്ന് കണ്ട് വില പറഞ്ഞതാ. എല്ലാത്തിനും ഒരു മോഹവിലയുണ്ടല്ലോ. ഫൈനൽ വില 1.60. ഇതൊക്കെ ആണെങ്കിൽ പറ. ആ ചേച്ചി ഒന്നും കൂടി ഒന്ന് ആലോചിച്ചിട്ട്. നടക്കുന്നെങ്കിൽ ഈ കച്ചവടം നടക്കട്ടെ എന്ന് കരുതിയാ. നിങ്ങൾക്കിത് കൂടുതൽ ലാഭത്തിന് മറിച്ച് വിൽക്കാനല്ലേ? വക്ക് പൊട്ടിയ ബീറിന്റെ കുപ്പിക്ക് 1.5 രൂപയിൽ കൂടുതൽ തരാൻ പറ്റില്ല. സ്ഥിരം വന്നോണ്ടിരുന്ന തമിഴനെ ₹1.80 വെച്ച് തന്നോണ്ടിരുന്നതാ. ഒരു ദിവസം ഒരു കാര്യവും ഇല്ലാതെ വെറും 25 പൈസയ്ക്ക് വേണ്ടി എന്നോട് കിടന്ന് തർക്കിച്ചു. ഇനിയാണ് നീ ശ്രദ്ധിക്കേണ്ടത്. അയ്യോ, ചാക്ക് കെട്ടെടുത്ത് തലയെ വെച്ച് റോഡ് ക്രോസ് ചെയ്തതാ പാവം. ഒരു ടിപ്പർ ലോറി. അയ്യോ, അതിമോഹത്തിന്റെ. ഇനി നീ ഒരു വില പറ. 1.5 തന്നെ. ആ, എന്നാ കുപ്പി എടുത്ത് അങ്ങോട്ട് മാറ്റി വെക്ക്. പത്രത്തിന് എന്ത് തരുമെന്ന് പറ. നോക്കട്ടെ. കള്ളത്ര സാണോടോ. ഈ പത്രം വിറ്റാലൊന്നും ഒന്നും കിട്ടില്ല അമ്മച്ചി. കോട്ടയത്തൊരു മാമൻ മാപ്പിള കേട്ടിട്ടുണ്ടോ? അങ്ങേര് പത്രം വിറ്റാ ഈ കാണുന്ന സാമ്രാജ്യം മുഴുവനും ഉണ്ടാക്കിയത്. രണ്ട് ചുരിദാർ ഷേപ്പ് ചെയ്യാൻ കൊടുത്തിട്ട് ആഴ്ച 3 ഇന്ന് അവിടെ ചെന്നിട്ടും അവൾ അതിൽ തൊട്ടിട്ടില്ല. ഞാൻ പിന്നെ അവിടെ നിന്ന് തയ്പ്പിച്ചങ്ങ് വാങ്ങിച്ചു. എത്ര അളവിനുള്ളത് കിട്ടിയാലും പിന്നെ ഷേപ്പ് ചെയ്തെങ്കിലല്ലേ നിനക്ക് തൃപ്തിയാകൂ. അത് ശരിയാ, ഷേപ്പ് ചെയ്യണം, എന്നാലേ കാണാൻ ഒരു സുഖം ഉണ്ടാവുള്ളൂ. അമ്മച്ചിക്ക് ഇതൊന്നും അറിയാഞ്ഞിട്ടാ. ചേച്ചിയുടെ പേരെന്താ? ചിത്ര. പാടുവോ? ഇല്ല. അതായത് ചേച്ചി പോലെ മെലിഞ്ഞ് ഉയരുള്ളവർക്ക് ബോഡി ഫിറ്റ് ചുരിദാറാണ് മാച്ച്. സാരി ആണെങ്കിൽ കിടക്കും. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടി ഒരു 30 എടുത്തോട്ടെ. 35 കൊടുത്തേക്കമ്മേ. ഏയ്, എന്താടോ ഇത്? ഇതൊന്നും ഇതിനകത്ത് കയറ്റാൻ പറ്റത്തില്ല. താനങ്ങ് മാറിക്കേ. ആ അത് തന്നെ മാറിക്കേ. മാറിക്കേ മാറിക്കേ. ആ സാറ് വാ, കേറ്. ആ സാറുമാര് വന്നാട്ടെ. കേറിക്കൊന്നേ. ഗുഡ് ആഫ്റ്റർനൂൺ. തണുപ്പ് ലേശം കൂട്ടിയിട്ടേ കിട്ടോ. മാക്സിമത്തിലാ. ഇതാണ് ഈപ്പച്ച മുതലാളി. അപ്പനപ്പന്മാരായിട്ട് മരത്തിന്റെ ബിസിനസ്സാണ്. പിന്നെ പുള്ളിക്കാരൻ വെച്ച് റിയൽ എസ്റ്റേറ്റും വണ്ടിക്കച്ചവടമുണ്ട്. നിങ്ങളുടെ കൈവശം സ്കൂളല്ലേ ഉള്ളത്? അപ്പൊ ഡീൽ എങ്ങനെയാ? എടത്തലക്കാട് 90 സെന്റ് സ്ഥലവും സ്കൂളും. സ്കൂളിന്റെ കെട്ടറെന്നൊക്കെ പറഞ്ഞ 10-60 കൊല്ലത്തെ പഴക്കമുള്ളതാ. പഴക്കമോ? അല്ല, അത് കൂട്ടണ്ട. സെന്റിന് 1 ലക്ഷം രൂപ വെച്ച് കിട്ടുന്നേ. 3 കാരിക്കോട്. പഴയ സ്കൂളെന്ന് പറയുമ്പോൾ പിള്ളേരിലും പഠിപ്പിക്കലും വിൽക്കാൻ ചെല്ലുമ്പോൾ നാട്ടുകാരെ ഇടപെടും. നമുക്ക് സംസാരിക്കാം. എന്തേ ഒരു സംശയം? അല്ല, ഇതൊരു സ്കൂളാണല്ലോ. അപ്പൊ എത്ര കുറവിൽ കിട്ടിയെന്ന് പറഞ്ഞാലും തലേന്ന് പോകൂല. വിൽക്കാൻ ഭയങ്കര പാടായിരിക്കുന്ന സാറ് പറഞ്ഞു തന്നെ. അതെ അതെ. സാറ് ചായ കുടിച്ചായിരുന്നോ? ഇല്ല. കാരിക്കോട് 3 പെരുവ. ₹90 ലക്ഷം സ്കൂൾ വാങ്ങിക്കാന്നൊക്കെ പറയുമ്പോ മുതലാളിക്ക് ഒറ്റക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല പറയുന്നത്. പാർട്ട്നേഴ്സാടെ ഒന്ന് ഡിസ്കസ് ചെയ്യണം. വല്ല തോട്ടം എന്തെങ്കിലുമൊക്കെ ആയിരുന്നെങ്കിൽ ഈ വിലക്ക് കണ്ണുടച്ച് നോക്കാമായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ബ്രോക്കറല്ല, എനിക്ക് വേറെ ബിസിനസ്സാ. അല്ല, അവർക്ക് ബ്രോക്കർമാർ വേണ്ട. അതല്ലേ ഞാൻ സായിപ്പാണ് കാലേ ചവിട്ടിയ നല്ല വേദന. കുറച്ച് വേദനയൊക്കെ സഹിക്കും മുതലാളി. അതെ, ഈ സ്കൂൾ നടത്തുന്ന കമ്പനിക്കാർക്ക് ഇപ്പൊ വേറെയും കോളേജുകളുണ്ട്. ഈ എഞ്ചിനീയറിംഗ് കോളേജ്, ഇല്ല പല്ലിന്റെ കോളേജ്, അങ്ങനെ പലതും ഉണ്ട്. അവരുടെ ഒരു ലേഡീസ് ഹോസ്റ്റലില് 2 ലാബറോറിനെ കൊടുക്കാൻ പോയപ്പോ അവരെന്നോട് പറഞ്ഞതാ ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിപ്പോകാൻ. ആ, എനിക്ക് പട്ടിയുടെ കച്ചവടം ഉണ്ട്. 3 വെള്ളൂര്. ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഞാൻ ഇവിടം വരെ വന്നത്. 10 പൈസയുടെ ബുദ്ധി ആവശ്യമില്ലാത്ത പട്ടിക്കച്ചവടക്കാരായിട്ട് റിയൽ എസ്റ്റേറ്റ് ഉണ്ടാക്കാനല്ല കേട്ടോടാ സാറേ. അടുത്ത 3 കൊല്ലത്തിനുള്ളിൽ 4 ടീച്ചർമാരാണ് അവിടെ റിട്ടയർ ആവാൻ പോണേ. പുതിയതായിട്ട് നിയമിക്കാൻ പോണ ടീച്ചർക്ക് ഒരാൾക്ക് 35 ലക്ഷം രൂപ വെച്ച് മാനേജ്മെന്റിന് മേടിക്കാം. സ്കൂള് നിങ്ങളുടെ കയ്യിലാണെങ്കിൽ ഒരാൾക്ക് 35 വെച്ച് 4 പേർക്ക് 1,40 ലക്ഷം രൂപ മേടിച്ചൂടെ? ഇപ്പം മുടക്കണത് 90 ലക്ഷം രൂപ. ലാഭല്ലേ? ഈ കച്ചവടം നടന്ന അവരൊരു പട്ടിയും കൂടി മേടിക്കാന്ന് പറഞ്ഞിട്ടേ. ഇറങ്ങുന്നില്ലേ?
3 വെള്ളൂര്. ഇത് വെള്ളൂരാ, വേഗം ഇറങ്ങിക്കേ. നമുക്ക് കാരിക്കോട് പെരുവഴി ഒന്നുകൂടി കറങ്ങി വന്നാലോ? ഈ കച്ചവടം നടക്കാനുള്ള സാധ്യതയുണ്ട്. തന്റെ കച്ചവടം ഈ ബസ്സിൽ നടക്കില്ല. താനൊക്കെ വല്ല ഹോട്ടലിൽ പോയി റൂം എടുക്കണോ? വെറുതെ മനുഷ്യന് പണിയുണ്ടാക്കാനായിട്ട്. ഇതൊക്കെ പതിവല്ലേ, അടുത്ത ബസ് വരുന്നേ. ഇതിനൊക്കെ പൈസ കൂടുതലാവേ? പൈസ ഒന്നൊരു വിഷയാക്കണ്ട ചേട്ടാ. ഗുഡ് മോർണിംഗ് സാർ. ഒറ്റയ്ക്കേ ഉള്ളോ? അല്ല, സാറിനെ ഇതിനു മുമ്പ് ഈ വഴിക്കൊന്നും കണ്ടിട്ടില്ലല്ലോ. ഞാൻ സാധാരണ വേറെ വഴിക്കാ. 20 കിലോമീറ്റർ. 20 കിലോമീറ്റർ? ഞാൻ അരമണിക്കൂർ. സമയക്കണക്കാ. കിണലെങ്കിലും പേടിക്കണ്ട കേട്ടോ. ഞാനിതൊക്കെ അതിർത്തിയിൽ കുറെ കണ്ടതാ. സംസ്കാരമില്ലാത്തവന്മാരാ സാറേ. സോറി സോറി സാർ. സാറേ, നമുക്ക് ഈ റോഡൊക്കെ ഒന്ന് ശരിയാക്കണം കേട്ടോ. സാറ് ഭയങ്കര നാണക്കാരനെന്ന് തോന്നുന്നു. ഒന്നും മിണ്ടുന്നില്ല. ഓടുമ്പോ മിണ്ടാൻ പാടില്ല. ഓ സാറേ, നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ അസറ്റാ. സാറ് ഭയങ്കര ലക്കിയാ. സാറിന്റെ അബ്ഡമൻ ചെറുതാ. ഞാനേ ഈ വഴിക്കാ. അല്ല സാറേ, ഞാനും വരാം. ഒരു ദിവസം വഴി തെറ്റിച്ചു എന്ന് പറഞ്ഞ് ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോ വീട്ടിൽ പോകാം. അവന്റെ മകൻ അവന്റെ നിറമാണെങ്കിലും അപ്പുറത്തെ വീട്ടിലെ ജയന്റെ അതേ പൂച്ചക്കണ്ണ. എന്താ ചിരിക്കുന്നേ? പണ്ട് ബോംബെയിൽ ഒരു മദൻ സാർ ഉണ്ടായിരുന്നേ. പുള്ളിക്കാരൻ ഇതേപോലെ ഒരു ഓട്ടോ ആയിരുന്നു. എപ്പോ? ഹോട്ടലിൽ റെയ്ഡ് വന്നപ്പോ. ഇപ്പോഴത്തെ മന്ത്രിസഭയിലെ ധൈര്യമുള്ള ഒറ്റ ഒരുത്തനില്ല. ഈ മണ്ഡലത്തിലെ അവസാനത്തെ തെരുവ് നായവരെ ഉന്മൂലനം ചെയ്യുവാൻ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. മറക്കണോ? എന്താ ഞാൻ മറക്കേണ്ടത്? ഇതിപ്പോ പുറകിലുമല്ല മുന്നിലുമല്ല, ഒപ്പം നടക്കുക. വല്ലാത്തൊരവസ്ഥയാ. ഒന്നും നോക്കണ്ട. 8 എന്ന് എഴുതുന്ന പോലെ ഒരു ഒറ്റ ഓട്ടം അങ്ങ് ഓടിക്കാം. 8. 1 2 8. ഞാൻ ഈ ഐസ് ഫ്രൂട്ട് മേടിച്ചു തന്ന കാര്യം അച്ഛനോട് പറയണ്ടോ? പറയൂല. അതേ, നീ ഇന്ന് പള്ളിക്കൂടത്തിൽ പോയില്ലേ? ഇല്ല, എനിക്ക് വേദനയായിരുന്നു. ആഹാ. എക്സ്ക്യൂസ് മീ. ഇവന് വലിയ ആഗ്രഹം എന്തിനെങ്കിലും വളർത്തണമെന്ന്. കളിപ്പാട്ടം മേടിച്ചു കൊടുക്കണ പോലെ വെറുതെ ഒരു നേരം പോക്കിന് ഇവറ്റകളൊന്നും മേടിച്ചു കൊടുക്കരുത് കേട്ടോ. നമുക്ക് വളർത്താൻ പറ്റുന്നൊരു ജീവിയാണെങ്കിൽ പിന്നെ. അല്ലാന്നേ, അവറ്റകൾക്ക് നമ്മളെ പറ്റുമെന്ന് നോക്കണം. ദാ അവളെ കണ്ടോ? പൂച്ചയോ? ഇവിടെ അടുത്തുള്ളൊരു പല്ല് ഡോക്ടർ ജോൺ സാർ ഒരിക്കതിനെ മേടിച്ചോണ്ട് പോയതാ. 3-4 ദിവസത്തെ തീറ്റയും പാത്രത്തിലാക്കി വെച്ചിട്ട് ഇതിനെയും വീട്ടിനകത്തിട്ട് പൂട്ടി ജോൺ സാറും കുടുംബം മൂന്നാർക്ക് ടൂർ പോയിന്നേ. ഇത് ഏതാ ഇനം? ഇത് കാറ്റത്ത് തീറ്റ വെച്ച മുറിയുടെ വാതിലടഞ്ഞു പോയിന്നേ. അവര് ടൂർ കഴിഞ്ഞ് തിരിച്ചു വന്നവരെ ഇതിന് വെള്ളമില്ല, തീറ്റയില്ല, ചാകാറായ അവസ്ഥയിൽ ഇവിടെ കൊണ്ട് ഇട്ടേച്ചു പോയതാ. ആരെങ്കിലും പറ്റിയ ആളുകൾ വന്നാ കൊടുത്തോളാൻ പറഞ്ഞു. ഇവളിപ്പം മിടിക്കായിട്ടിരിക്കണോ? കുട്ടൂസേ, ഇത് മതിയോ നിനക്ക്?
ദാ കുട്ടൂസിന് ഇതിന് എന്ത് പേരാടാ മോനെ? ഡോറ. അങ്കിളേ, ഇങ്ങ് ഓടി വാ. ദാ കുഞ്ഞ് തല വെളിയിലേക്ക് ഇട്ടു. ഇത് കുഞ്ഞിന്റെ അച്ഛനാണോ അമ്മയാണോ? അതച്ഛൻ. അതെങ്ങനെ അറിയും? ഈ ലവ് ബേഴ്സിലേ ആണുങ്ങൾക്ക് മൂക്കിന്റെ മുകളിലൊരു നീല നിറം ഉണ്ടാവും, പെണ്ണുങ്ങൾക്ക് അത് ഉണ്ടാവില്ല. സൂക്ഷിച്ചു നോക്കിയേ. വാ. ഡാഡി വീട്ടിലില്ലേ? ഇല്ല. അത് പറ. ചായ എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്, അതെടുത്ത് കുടിക്കട്ടാ. കുളിച്ചിട്ട് ട്യൂഷൻ വന്ന് നോക്കടി. ഇങ്ങോട്ട് പാടാ. എപ്പ നോക്കിയാലും അവിടെ പോയി നിന്നോണം. കണ്ണ് തെറ്റിയ അവിടെയാ. വന്നിട്ട് ഹോംവർക്ക് ചെയ്യാൻ നോക്കടാ. തനിക്ക് പണി ചെയ്യാൻ വല്ല ബംഗാളിയെ വിളിച്ച് നിർത്തിക്കൂടെ? എന്റെ മോനെ കൊണ്ടല്ല പണി എടുപ്പിക്കേണ്ടത്. ബംഗാളികളും മനുഷ്യരാട്ടോ. അത് വരാ. ഞാനായിട്ട് വിളിക്കണതല്ലെന്നേ, അവൻ ഇതിനെയൊക്കെ കാണാൻ വേണ്ടി വെറുതെ വന്നതാ. രമചേച്ചിക്ക് അറിയാലോ, ഈ മണവും പൊടിയും കാരണം പിള്ളേർക്ക് പനി മാറിയ സമയമില്ല. മണമുണ്ടോ? നീ മിണ്ടരുത്. മിണ്ടരും മതി. നീ ഇതെന്ത് കാണാൻ അവിടെ പോകുന്നത്? കുഞ്ഞുരിഞ്ഞു നോക്കാൻ. കേറി പോടാകത്ത്. ഡോ, അസോസിയേഷൻകാരെല്ലാം തനിക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. കൂടും കുടുക്കൊക്കെ എടുത്ത് പോവാൻ റെഡി ആയിക്കോ. അതെ, എന്തേ ഇതിന്റെ കുത്തുവെപ്പൊക്കെ എടുത്താണോ? ഓ, കടിച്ച പട്ടിയെ കണ്ടിരുന്നെങ്കിൽ നാരങ്ങാവെള്ളം വാങ്ങിച്ചു കൊടുക്കായിരുന്നു. അല്ല, പേ ഉണ്ടെന്നറിയാൻ. ഇഞ്ചക്ഷൻ എടുക്കുന്നതായിരിക്കും സേഫ്. ഇപ്പോഴതുകൊണ്ട് കയ്യിൽ മതി. പണ്ടായിരുന്നെങ്കിൽ ഇവര് ഈ പുക്കളിന് ചുറ്റും പൂക്കളെ വിട്ടാനേ. സാറിന് ഇത്ര സെറ്റപ്പും കാറും ഒക്കെ ഉണ്ടായിട്ടും പിന്നെങ്ങനെയാ പട്ടി കടിച്ചേ? കിളികളുടെ കളകളാരവം കേൾക്കാൻ പോയതാ, കണ്ടില്ലേ? ഫാറ്റും ബേൺ ചെയ്തു. ചേച്ചിയുടെ പേരെന്താ? ചിത്ര. പാടൂ? ഇല്ല. ചേച്ചി പാടത്തില്ല, പക്ഷെ സാറ് ഗാനഭൂഷണം തോറ്റതാ. പാട്ടുകാരനാകണമെന്നായിരുന്നു മോഹം, പക്ഷെ പെട്ടെന്നാണ് പൊളിറ്റിക്സ് വന്നത്. നിർഭാഗ്യം. ഞാൻ പറഞ്ഞപ്പോൾ ചേട്ടന് വിശ്വാസമായില്ലല്ലോ. ഇപ്പോൾ ഏതായപ്പോൾ സന്തോഷമായില്ലേ? അതാ പോളിസി എടുക്കുന്നതിൻ്റെ ഗുണം. കൂടിപ്പോയ ഇനി ഒരു തവണ കൂടി. ചേട്ടാ ഇല്ല, എല്ലാം ഓക്കെ അല്ലേ? ജംഗ്ഷനിൽ ഇതിനു മുമ്പ് ഇതുപോലൊരു പ്രതിഷേധ പ്രകടനം നടന്നിട്ടുണ്ടാവില്ല? അതെ. എന്താ? വൈകുന്നേരം പട്ടിയുടെ കോലവും കത്തിക്കുന്നു. പട്ടിയുടെ കോലം കത്തിക്കാനോ? അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പട്ടിക്ക് ഇവിടെ മാത്രമല്ല, അങ്ങ് ഡൽഹിയിലുണ്ട് പിടി. സാറേ, അപ്പൊ ഞങ്ങൾ നേഴ്സുമാരുടെ പ്രശ്നമോ? അല്ല, MLA ഓഫീസിൽ. ഇതിനങ്ങനെ പ്രത്യേകിച്ച് സ്കീമോ ഫണ്ടോ ഒന്നുമില്ല. ഞാൻ CM-നോട് സംസാരിച്ച് നോക്കട്ടെ. പിന്നെ MLA ഫണ്ടിൽ നിന്നാണെങ്കിലും പ്രൈവറ്റ് പാർട്ടികൾക്ക് അങ്ങനെ കൊടുക്കാൻ പാടില്ലല്ലോ. നോക്കാം. ഓർഫനേജിന്റെ സ്ഥിതി വളരെ മോശമാണെന്ന് അറിയാലോ. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. പറ്റുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്യാം. നന്ദി. ശരി, ആയിക്കോട്ടെ. ശരി, നമസ്കാരം. വാ, സൂക്ഷിച്ചു നടക്കും. എന്താ സാർ, തിരക്കിലാണോ? എന്താ ഈ വഴിക്കൊക്കെ? വന്നല്ലേ പറ്റൂ. ഫുൾ ഫാമിലി ഉണ്ടല്ലോ. ഒരു കാര്യം ഉണ്ടായിട്ട് എന്നെ കയറിയതാ. പിന്നെ ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട്, അത് ഞാൻ പറയാം. ഓ, എന്താണ് സെന്റ് ജോർജിന് ഒരു ദേഷ്യം? സെന്റ് ജോർജ് അല്ല, ഗീവർഗീസ്. ഓ, കലേഷ് ഒന്ന് മെലിഞ്ഞോ? അയ്യോ, ഓട്ടോ ഒക്കെ അല്ലേ. തിരക്കിലാണെങ്കിൽ അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇതാ എന്താ ഇത്? വീടിനടുത്തൊരു പെറ്റ് ഷോപ്പുകാരൻ ഈ കിളികളെയും തത്തയും പട്ടികളെയൊക്കെ വിൽക്കുന്ന ഒരുത്തൻ വലിയ ശല്യമാണ്. റെസിഡൻസ് അസോസിയേഷൻകാർ പോലീസ് വഴി ഒരു പരാതി നൽകിയിട്ടുണ്ട് അയാളെ അവിടെ നിന്ന് മാറ്റാൻ. കേസ് എന്തൊക്കെയോ നടക്കുന്നുണ്ട്, പക്ഷെ അതിനൊക്കെ ഒരു കാലതാമസം ഉണ്ടല്ലോ. നമ്മൾ തമ്മിലുള്ള പരിചയം അവിടെ എല്ലാവർക്കും അറിയാം. അയാളെ അവിടെ നിന്ന് ഓടിക്കാൻ അയൽപക്കത്തുള്ളവരെല്ലാം കൂടി ചേർന്ന് ഒപ്പിട്ട് ഹർജിയായത്. എന്താ അവനൊരു ദേഷ്യം? യൗമാരൊക്കെ ഏതാ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പിള്ളേരെ തട്ടിക്കൊണ്ടുപോകാൻ പോലും മടിക്കില്ല. ശരിയാ. എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ശരി ശരി. ശരി. പിന്നെ ഇലക്ഷനൊക്കെ വരികയാണ്. നമ്മുടെ കാര്യം മറക്കരുത്, ആനയാണ് ചിഹ്നം. ഈ കാര്യത്തിൽ തീരുമാനം ഉണ്ടായാൽ അവിടെയുള്ള എല്ലാവരുടെ വോട്ടും നിങ്ങൾക്കാണ്. ശരിയാണ്.
തന്റെയാണോ? പഴമല്ല, ഈ സെറ്റപ്പ്. പോയി ആ ലൈസൻസും രജിസ്ട്രേഷനും പേപ്പറും ഒക്കെ ഇങ്ങെടുത്തോണ്ട് വാ. എന്താണ് ഇത്, അവില് കുഴച്ചോ? ആധാരം എവിടെയാണോ? ഇതൊരു പട്ടയോ സാറേ. ഇതാ? ആ, പണ്ട് ഞാനിവിടെ ഒരു സർക്കസിന് വേണ്ടി വന്നതാ. അന്ന് ഇതൊക്കെ ഒരു വീട്ടുകാരുടെ ആയിരുന്നു. പിന്നീട് അപ്പുറത്തും ഇപ്പുറത്തുള്ളവരൊക്കെ ആധാരം ചെയ്ത് വാങ്ങിയതാ. ആ, അവരൊക്കെ തന്നെയാ തന്നെ ഇപ്പൊ ഇവിടെ ഒഴിപ്പിക്കണമെന്ന് പറഞ്ഞ് പരാതി വന്നിരിക്കുന്നത്. അറിഞ്ഞായിരുന്നു. അത് കേസല്ലേ? കേസൊക്കെ അതിന്റെ വഴിക്ക് നടക്കും. ഇതിപ്പോ MLA ആഫീസിൽ നിന്ന് ഒരു വിളി വന്നിട്ടുണ്ട്, അതിന്റെ എൻക്വയറിയാ. സാറേ, പണ്ട് ഞാനിവിടെ വരുമ്പോ ഇവിടെ ആരും ഇല്ലായിരുന്നു, ഈ റോഡ് പോലും. പിന്നെ ഇവിടേക്ക് ഇങ്ങനെ മാറ്റം വന്നപ്പോ ഞാൻ ഒരുപാട് സന്തോഷിച്ചതാ. ഇപ്പൊ ഞാൻ മാറിയാലേ ഇവർക്കൊക്കെ സന്തോഷാവും. ഇവിടെ ഇപ്പൊ താൻ മാത്രമേ ഉള്ളൂ? 4-5 പണിക്കാര് സ്ഥിരം ഉണ്ടായിരുന്നതാ. ഇപ്പൊ ആവശ്യമുള്ളപ്പോ മാത്രം വിളിക്കും. തനിക്ക് ജീവികളുടെ ബിസിനസ്സാണ്? അന്നേ മൂപ്പര് പുലിമുരുകനില് മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ചതാ. മോഹൻലാല് ആണോ? ആഹാ, ഇവന്മാര് ബാഹുബലിക്ക് വേണ്ടി ഹൈദരാബാദിലേക്ക് പോയവരാ. വേറെ എന്തൊക്കെയുണ്ട്? വേറെ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ലെന്നേ. ഒരാന. ഓഹോ. അങ്കിളെ, ഒട്ടക എവിടെ? ഒരെണ്ണുണ്ട്. 76-ന് മുമ്പുള്ള പട്ടയമല്ലേ, വിധിയൊക്കെ വരാൻ വളരെ വൈകും. താൻ ചിലപ്പോ പോകേണ്ടി വരണമെന്നില്ല, പക്ഷെ ഇതിനെയൊക്കെ ഒഴിവാക്കേണ്ടി വരും. ആണോ? എന്നാ അവില്. ഓ, താനിങ്ങി വന്നേ. എന്താ സാറേ? ഈ മാടത്തെ വർത്താനം പറയൂ. എടോ, ഈ കവളം കാളിയില്ലേ, മൈന, അത് വർത്താനം പറയോടോ? ചെലപ്പോ. അതെയോ? എന്നതറിയോ, മുമ്പ് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ ഒരു മൈനെ കിട്ടി. കുറെ നാൾ ഞാനല്ലേ വളർത്തി. ഈ വയമ്പൊക്കെ കൊടുത്തടോ, എന്നിട്ടും അത് വർത്താനം പറഞ്ഞില്ല. ഇപ്പോഴാണ് സാർ ഇടിച്ചു പറയിച്ചാനെ. ധീരതയോടെ നയിച്ചോളൂ. കലേഷ് നമ്മുടെ നേതാവേ, ധീരതയോടെ നയിച്ചോളൂ. അച്ഛൻ 3 തവണ നോമിനേഷൻ കൊടുക്കുമ്പോഴും ഉദയേട്ടൻ കൂടെ ഉണ്ടായിരുന്നു. മരിച്ചുപോയ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ഉദയേട്ടൻ അനുഗ്രഹിക്കണം. കൊടുക്കുക സർ. 30,000 രൂപയും കല്യാണ മോതിരം BSA സൈക്കിളും, അതാണ് ആകെയുള്ള സമ്പാദ്യം അല്ലേ? ഇപ്പൊ താമസിക്കുന്ന വീട് നിങ്ങളുടെയാണെന്നും ബിനാമിയാണെന്നും ഒക്കെ വർത്താനമുണ്ട്. 3-4 കവർ റിബണും കത്രികയും കൂടെ ഉണ്ട്, അതുകൊണ്ട് എഴുതണോ? ഓ, വേണ്ടേ. വൈഫിന്റെ പേരെന്താ? ചിത്ര. പാടുവോ? ഇല്ല. കലേഷ് സാറേ നേതാവേ, ധീരതയോടെ നയിച്ചോളൂ. എടാ, ആനയാണ്. ഞാനൊട്ടിയാറില്ല. ആശാനെ, എന്താടാ ഇതാ ഫീസ്. ആദ്യമായിട്ടാണ് എനിക്ക് ഒരാൾ ഫീസ് തന്നത്. അതേ, ഫിലീറ്റിന്റെ ഉള്ളിൽ കൂടിയാണെങ്കിൽ ഒരുപാട് നേരം സൂര്യനെ നോക്കിയാ കണ്ണു പൂട്ടോ. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇവിടെ ആവുമ്പോ കിളിക്ക് വെയിലടിക്കൂല. ഇന്നാളെ എറണാകുളത്ത് എക്സിബിഷൻ വന്നൊരു സായിപ്പ് പറഞ്ഞതാ, ഇല്ല അമേരിക്കയിലെങ്ങാണ്ട് സാന്റിയാഗോ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു കാഴ്ച ബംഗ്ലാവുണ്ട് അത്രേ. അത് തുടങ്ങിയിട്ട് 100 കൊല്ലായിന്ന്. നീ വലുതാവുമ്പോ അവിടെ പോണോട്ടോ. ഇപ്പൊ നീ വീട്ടിൽ പോന്ന കൂടെ ഇറക്കാ. ഞാൻ പോവില്ല. നിന്റെ മമ്മിയോ ഡാഡിയോ ഒന്ന് എന്നെ വഴക്കുറയൂട്ടോ. വഴക്കൊന്നും പറയല്ലേ. എന്തേ? അവരെല്ലാവരും പാരഷാള് ബുക്ക് ചെയ്യാനായിട്ട് പള്ളിയിൽ പോയേക്കുവാ. ഗീവർഗീസേ, എന്താ? ഇങ്ങൊന്ന് ഈ പാല് കുടിച്ചിട്ട് പോ. ഇങ്ങോട്ട് വാ.
ഈ മതിലെടുത്ത് ചാടി എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റുമോ? മോനിങ് വാ. ഇല്ല. മോന്റെ ഡാഡി വരുമ്പോഴേ ഞാൻ ഉള്ള കാര്യം അങ്ങോട്ട് വിളിച്ചു പറയും. അതെ, ഇനി എന്റെ പേരിൽ നീ ഉള്ള തല്ല് മേടിച്ച് കൂട്ടണ്ട. അതിന് കൊടുന്നേ, ഞാൻ കൊടുത്തോളാം. കപ്പങ്ങ് വേഗം തരണം. ഒതുക്കേ. പോയടോ? കള്ളു കുടിച്ചിട്ടുണ്ടോ? ഇല്ല. വന്നേ, 2 അടിച്ചിട്ടില്ലേ? ഇല്ല, കപ്പ അവനെ കൊടുത്തുവിട്ടാ മതി. അതെ, നീ വന്നേ. ഈ കള്ളു കുടിക്കണ കാര്യം ഞാൻ എബ്രാം സാറിനോട് പറഞ്ഞു കൊടുക്കട്ടെ. എനിക്കിത് കിട്ടണം. തന്നെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കാനുള്ള പരാതി കടലാസിലേ ഒപ്പിടാത്ത ഒരേ ഒരാള് ഞാനാ. മേലം തുടങ്ങിയ സമയം കിട്ടണില്ല. മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി തനിക്കു നേരിട്ട പീഡന ആരോപണങ്ങളിൽ നിന്നും അതിസാഹസികനായി മുക്തനായ ബാദുഷ മൊബൈൽ ഫോൺ അടയാളത്തിൽ നിങ്ങളുടെ സമ്മതിദാന അവകാശങ്ങൾ. അപ്പൊ ഡാഡി മേടിച്ചു വെച്ചേക്കണ സാധനം ഷാമ്പൂവിന്റെ കുപ്പിക്കകത്താക്കി ഗ്യാസ് അടുപ്പിന്റെ പുറകെ കൊണ്ട് വെക്കാല്ലേ? ഇത് മമ്മിക്ക് അറിയാമോ? മമ്മിക്കറിയാം, പക്ഷെ മിണ്ടൂല. അതെന്താ? കള്ളൊടിച്ച് പൂസായ ആന്റി ഒരു ദിവസം 3 തവണ തറ ഉടക്കി. ഒരു തത്തയ്ക്ക് എന്താ വില? വില പറയാൻ പഠിക്കണ്ട. അല്ല, ഈ കടയിലുള്ള ആളല്ലേ? അതെ. എന്നാ പറ, ഒരു തത്തയ്ക്ക് എന്താ വിലയെന്ന്? അതിപ്പോ നാടൻ തത്തയാണെങ്കി അതിനിപ്പോ വളർത്താനും കൂട്ടിലിടാനും പാടില്ല. ഇതിനെന്താ വില? അത് കോക്കട്ടെ. അത് ഒറ്റയ്ക്കാണോ അല്ല പേരാണെങ്കിൽ? അല്ല, ഇതിനെന്താ വില? ഇത് ലോറി. ഇതിനൊരാള് പറഞ്ഞു വെച്ചേക്കണതാ. ഇതിനൊക്കെ എന്താ വില? ഇത് ഓസ്ട്രേലിയക്കാരനാ. ഇതിപ്പോ ഒറ്റയ്ക്കെടുക്കുമ്പോ ആറിങ്ങനെ വില ചോദിച്ചോണ്ടിരുന്ന എങ്ങനെയാന്ന്? ഇതിപ്പോ ഏതാ വേണ്ടത്? ഓടിപ്പോയി തന്റെ മകനാണോ? അല്ല. എന്താ എന്റെ മകന്റെ ഒരു ആഗ്രഹം സാധിക്കാനാണ് ഞാൻ വന്നത്. അതിനൊരു തത്ത വേണം. ഇത് മെക്കാവാ? അത് എനിക്കറിയില്ല. ഇതാണെന്നാ തോന്നുന്നേ. ഇതാ എന്റെ മോൻ. ഈ മകന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാണോ തത്തയെ മേടിച്ചു കൊടുക്കണേ? എന്ത് വില വരും? 1.5 ലക്ഷം രൂപ വരും. ഞാനൊന്ന് ആലോചിക്കട്ടെ. സാർ എന്താണാവോ ആലോചിക്കുന്നത്? ഇതിപ്പോ ഫ്ലെക്സ് എത്ര അടിച്ചു? 350. ഓഹോ, അപ്പൊ പോസ്റ്ററോ? 3000. പിന്നെ ഇതുപോലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോസ്റ്ററുകൾ 12,000 പുറത്തൊട്ടിച്ചിട്ടുണ്ട്. അതിൽ ഫോട്ടോ അത്ര പോരാന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ രായ്ക്ക് രാമാനം ശിവകാശിയിൽ പോയി ഇതൊക്കെ ചെയ്യിച്ചു കൊണ്ടുവന്നത്. എങ്ങനെയുണ്ട് സാറേ? ഫോട്ടോ കണ്ടിട്ട് സിനിമാ നടനാണെന്ന് എന്നോട് ചോദിച്ചത്. അഡ്വക്കേറ്റാന്ന് പറഞ്ഞപ്പോൾ കണ്ണുള്ളിപ്പോയി. എന്താ ഈ അസ്വ 2 കുത്ത്? ഇതിപ്പോ അയ്യോ, നമുക്കൊന്ന് മാറ്റി ഒട്ടിച്ചാലോടാ. അല്ല ഡായല്ല, നമുക്ക് സ്വാ മാറ്റിട്ട് ഡാ പ്രിന്റ് ചെയ്യാം. എന്നിട്ട് ആ ഡാ എടുത്ത് സാറിന്റെ ഫോട്ടോന്റെ അടിയിലിടാം, അല്ലെങ്കിൽ ആയുടെ കൂടി ഇടാം. എവിടെ ഇടണമെന്ന് സാർ പറഞ്ഞു തന്നാ മതി. എവിടെയെങ്കിലും ഇട്, എന്നിട്ട് പ്രചാരണം ഒന്ന് ശക്തിപ്പെടുത്ത്. ഫോട്ടോ ഓക്കെയാ, അല്ലെങ്കിൽ ഗ്ലാമർ ഒരു പ്രശ്നമായേനെ. ഇതെന്താ സൗന്ദര്യ മത്സരോ? സർ അങ്ങനെ പറയരുത്. ഇവിടെ നിഷ്പക്ഷരായ കുറച്ച് സ്ത്രീകളുണ്ട്. അവർക്ക് കക്ഷിയില്ല, രാഷ്ട്രീയമില്ല. സ്ഥാനാർത്ഥികളോട് പെണ്ണുങ്ങൾക്ക് തോന്നേണ്ടത് ഒരുതരം പ്രേമമാണ്. അതെ, ഹെൽമെറ്റും ഒരു കൂളിംഗ് ഗ്ലാസ് കൂടി വെച്ചാൽ ലഡ്ഡു പോലെ ഇരിക്കും.